ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെയൊക്കെ വീടുകളിൽ ചെറുതായിട്ട് കീറിയിട്ടുള്ളതോ അതല്ലെങ്കിൽ കളറൊക്കെ മങ്ങിയിട്ടുള്ള തലയണ കവറൊക്കെ ഉണ്ടാവും. സാധാരണയായിട്ട് നമ്മളതെല്ലാം ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഉപയോഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണെന്ന്. ഏകദേശം 5ഓളം ഉപയോഗങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കൂടെ കൂട്ടാൻ മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ 3 തലയണ കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലപോലെ കളർ മങ്ങിയിട്ടുള്ള തലയണ കവറാണ്. അതിൽ നിന്നൊരു കവറ് ഞാൻ ഇതേപോലെ നിവർത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. കിച്ചൺ റാക്കൊക്കെ ഇല്ലാതെ ചില ആളുകളെങ്കിലും ഇതുപോലെയുള്ള ബേസുകളിൽ പാത്രം കീപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിന് നിറയെ ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വെള്ളം പുറത്തേക്ക് പോവും. എന്നാലും അടിവശം ഹോൾസ് ഇല്ലെങ്കിൽ ആ ഒരു അടിവശത്തുള്ള പാത്രത്തിലൊക്കെ വെള്ളം നിന്നിട്ട് അതിൽ അഴുക്കും കൊഴുപ്പൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. ഇതുപോലെയുള്ള ബേസുകളല്ലാതെ സാധാ ബേസുകളും പാത്രം കീപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഞാനത് ഈ ഒരു തലയണ കവർ ഇതേപോലെ നിവർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് കേട്ടോ. അപ്പോൾ കവറിനെ വേണമെന്നൊന്നുമില്ല, ചെറിയൊരു ചാക്കിൻ്റെ പീസോ അതല്ലെങ്കിൽ ടേബിളിലൊക്കെ വിരിക്കുന്ന ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അതിൻ്റെ പീസൊക്കെ ആയാലും മതി. ഈ ഒരു തലയണ കവറിനുള്ളിൽ ഒതുങ്ങുന്ന സൈസിലുള്ള പീസ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് കേട്ടോ. അത് അത്യാവശ്യം വലുപ്പമുള്ള കവറാണ്. അപ്പം നമ്മൾ എന്താണ് എടുക്കുന്നത് അത് ഈ ഒരു കവറിനുള്ളിലേക്ക് ഒതുങ്ങുന്ന വിധത്തിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ഈ ഒരു കവറിൻ്റെ സൈഡൊന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ ഒരു തലയണ കവറിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കവറൊന്ന് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിത് ആ കവറിൻ്റെ സൈഡെല്ലാം ഒതുക്കി കൊടുത്തതിന് ശേഷം ആ ഒരു തലയണ കവറിൻ്റെ ഉള്ളിലേക്ക് കവറൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ കവറിൻ്റെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഭാഗം ഉണ്ടാവുമല്ലോ തലയണ കവറിൻ്റെ, അതും വെച്ച് കൊടുത്തതിന് ശേഷം അത് ആ കമത്തി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ കവറുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പാത്രം വെള്ളത്തോടു കൂടി വെച്ച് കഴിഞ്ഞാലും കൗണ്ടർ ടോപ്പിലൊന്നും വെള്ളം ആകുകയില്ല. കുറച്ച് വെള്ളമൊക്കെ ആ ഒരു തലയണ കവറിലേക്ക് പറ്റുകയും ചെയ്യും. അപ്പം ഞാനിതാ കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങൾ ഓരോന്ന് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാത്ര സ്റ്റാൻഡൊന്നും ഇല്ലെങ്കിൽ ബേസിൽ ഇതേപോലെ കമത്തുന്ന സമയത്ത് കുറച്ചെങ്കിലും വെള്ളം പാത്രത്തിലുണ്ടാവും. പ്രത്യേകിച്ച് അടിയിലുള്ള പാത്രമൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം മുകളിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ തൊട്ട് മുകളിലുള്ള പാത്രത്തിലെ വെള്ളമെല്ലാം അതിലേക്ക് വീഴുകയും ആ ഒരു പാത്രം കൊഴുപ്പാവുകയും ചെയ്യും. അപ്പം അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു തലയണ കവർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് പാത്രം കമത്തി വെക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ നല്ല പോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ ബേസിലേക്ക് മാറ്റി വെച്ചാൽ മതിയാവും. അതിൽ അഴുക്കോ കൊഴുപ്പോ ഒന്നും വരാനുള്ള ചാൻസും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതിൽ കമത്തി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളും മാറ്റി കൊടുത്തിട്ടുണ്ട്. തലയണ കവറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അംശം കാണുന്നുണ്ടാവും. ഇനി ഇതേപോലെ ആ ഒരു കവർ നമ്മൾ അതിനുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഇതൊന്ന് മാറ്റി കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിലൊന്നും ഒട്ടും വെള്ളം ആവുകയില്ല കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ കമത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കതൊന്ന് തുടച്ചെടുക്കണം. എന്നാൽ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു റിസ്ക് നമുക്കവിടെ കുറഞ്ഞു കിട്ടും കേട്ടോ. ഇനി ഇതിനുള്ളിലെ കവറൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഇതേപോലെ കവർ മാറ്റി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ചിക്കിയിട്ട് ഉണങ്ങുകയാണെങ്കിൽ എത്ര നാളും നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് മിക്സിയാണ്. മിക്സിയിൽ അരച്ച് കഴിഞ്ഞതിന് ശേഷം ഡെയിലി നമ്മളതൊരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഒരിക്കലും അതൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്നും ഇത് തുടക്കാനായിട്ടൊരു പീസ് മാറ്റി വെച്ചേക്കാണ്. നന്നായിട്ട് തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു തലയണ കവർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മിക്സി ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേ ഭാഗം എനിക്ക് ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഉള്ളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മിക്സി എടുക്കുകയാണെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്ത് അതേപോലെ നമുക്ക് കിട്ടും കേട്ടോ. ഒട്ടും പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ട്രാവൽ ബാഗാണ് കേട്ടോ. ഇത് അതിനായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എടുക്കാറില്ല. ദൂരയാത്രയൊക്കെ പോകുന്ന സമയത്തൊക്കെയാണ് ഈ ഒരു ബാഗ് യൂസ് ചെയ്യാറുള്ളത്. പൊതുവേ നമ്മളിത് റൂമിൽ ഇങ്ങനെ തൂക്കിയിടാറാണ് പതിവ്. അപ്പോൾ ഇതുപോലെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ പൊടിയൊക്കെ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
ഇപ്പോൾ ഞാനിത് റാണിയിൽ റൂമിൽ തൂക്കിയിട്ടേക്കായിരുന്നു കേട്ടോ. സാധാരണയായിട്ട് ഞാൻ കവറിലൊക്കെയാണ് ഇട്ട് വെക്കാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ കവറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാഗിൻ്റെ മേൽ സൈഡിലൊക്കെ അത്യാവശ്യം മാറാലയും പൊടിയൊക്കെ ഉണ്ട്. ആ പൊടിയൊക്കെ ഒന്ന് ഞാൻ തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഒരു തലയണ കവറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു തലയണ കവറിനുള്ളിലേക്ക് ഈ ഒരു ബാഗ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ബാഗാണ്, അതുപോലെ തന്നെ വലിയൊരു തലയണ കവറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻ ഓരോന്നായിട്ട് ഞാൻ ഈ ഒരു ബാഗിനുള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ അതാ ബാഗ് മുഴുവനായിട്ട് തലയണ കവറിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് കുറച്ച് ഭാഗം ബാലൻസ് ഉണ്ട് കേട്ടോ. ആ ഒരു ഭാഗം ഞാൻ ഇതേപോലെ ഒരു നൂല് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കെട്ടിയതിന് ശേഷം നമുക്ക് അലമാരയുടെ മുകളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും പൊടിയാവാതെ ബാഗ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ബാഗ് എടുക്കുന്നത് വെച്ചാലും ഒട്ടും ബാഗിൽ പൊടി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പഴയ തലയണ കവറാണ് എടുത്തിട്ടുള്ളത്. മഴക്കാലത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണത്. അതുപോലെ തന്നെ അകത്ത് ടോയ്ലറ്റൊക്കെ ഉള്ള ആളുകൾക്ക് ബാത്റൂമിൽ നിന്ന് വരുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ ഒരു ചവിട്ടി ഇടാറുണ്ട്. പെട്ടെന്ന് തന്നെ അതിൽ വെള്ളമൊക്കെ ആയിട്ട് അത് അഴുക്കാവാറുണ്ട് അല്ലേ. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. പ്രത്യേകിച്ച് വൈറ്റ് കളറൊക്കെ ആണെങ്കിൽ ആ ചവിട്ടി പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് അലക്കാനൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്. ആദ്യം തന്നെ ഞാൻ ആ ഒരു തലയണ കവറിനുള്ളിലേക്ക് ചവിട്ടിയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഭാഗത്ത് ആ ഒരു ചവിട്ടിയുടെ മുകളിലായിട്ട് ഞാൻ ഒരു കവറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കവറില്ല എങ്കിൽ ചാക്കിൻ്റെ പീസോ അതല്ലെങ്കിൽ ടേബിൾ ഷീറ്റൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയെല്ലാം നമ്മൾ കവർ വെച്ച് കൊടുക്കേണ്ടത് ഓപ്പൺ അല്ലാത്ത ഭാഗത്താണ് കേട്ടോ. ചവിട്ടി ഇടുന്ന സമയത്ത് മുകളിൽ വരുന്ന ഭാഗത്താണ് നമ്മൾ കവർ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു മുകളിലുള്ള ഈ ഒരു ഭാഗത്താണ് ഞാൻ കവർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ബാത്റൂമിൻ്റെ ഏരിയയിൽ നമ്മൾ ചവിട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെള്ളമൊന്നായിട്ട് കേടാവുകയില്ല, ബാഡ് സ്മെല്ല് ഉണ്ടാവുകയില്ല കേട്ടോ. അപ്പോൾ ഒഴിവാക്കിയിട്ടുള്ള തലയണ കവറൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അതിനുള്ളിലേക്ക് ഒരു ചാക്ക് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. നമ്മുടെയൊക്കെ കയ്യിൽ ഇതുപോലെയുള്ള ഫാൻസി സാരികൾ അതുപോലെ തന്നെ ചുരിദാറുകളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഒത്തിരി സ്റ്റോണും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ സാധാ ഡ്രസ്സ് വെക്കുന്നതിന് ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ മക്കളൊക്കെ വലിക്കുന്ന സമയത്ത് അതൊക്കെ താഴെ വീണാൽ പെട്ടെന്ന് തന്നെ ഡിസോർഡർ ആവാനും അതല്ലെങ്കിൽ സ്റ്റോണൊക്കെ താഴെ പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അതൊന്നും ഇല്ലാണ്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയ ആണ് ഇന്നത്തെ അവസാനത്തെ ടിപ്പ്. നമ്മളെപ്പോഴും എടുക്കാത്ത സാരി അതുപോലെ തന്നെ ചുരിദാറുകൾ പിന്നെ ബ്ലാങ്കറ്റ് പോലെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സാരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ അത്യാവശ്യം സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ അതിൻ്റെ ബ്ലൗസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു തലയണ കവറിനുള്ളിലാക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര ഡ്രസ്സിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാലും മക്കൾ എടുക്കുന്ന സമയത്ത് താഴെ വീണാലും ഡിസോർഡർ ആവുകയോ അതല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോണുകളൊന്നും താഴെ വീണ് പോവുകയൊന്നുമില്ല. ഇതേ രീതിയിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനും എളുപ്പമായിരിക്കും. മാത്രമല്ല സ്റ്റോൺ വർക്കോ ഒന്നും ഡാമേജ് ആകുകയില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊരു സാരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു തലയണ കവറിനുള്ളിൽ എനിക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ ബ്ലാങ്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊരു പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ബ്ലാങ്കറ്റ് കൂടി നിങ്ങൾക്ക് ഇതിൽ വെക്കാവുന്നതാണ്. ഇതിൽ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഒരു ചുരിദാറാണ്. ഈ ഒരു ചുരിദാർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇത് സീക്വൻസ് വർക്ക് പ്ലസ് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു ടോപ്പിൽ മാത്രമല്ല ഇതിൻ്റെ ഷാളിലായാലും അത്യാവശ്യം സ്റ്റോൺ വർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അലമാരയിൽ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പുറം മറിച്ചതിന് ശേഷമാണ് കീപ്പ് ചെയ്യാറുള്ളത്. അഥവാ ഇനി നമ്മൾ വെക്കുന്ന സമയത്ത് വേറൊരു ഡ്രസ്സിൽ ഉടക്കിയിട്ട് മുത്തുകൾ സ്റ്റോണുകൾ പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചുരിദാർ കൂടി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പാണിത്. ഇനി ഇതിൻ്റെ ഷാളിലും നല്ല രീതിയിൽ തന്നെ സ്റ്റോൺ വർക്ക് പോയിട്ടുണ്ട്. ആ ഒരു ഷാൾ കൂടി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു സെറ്റ് മുഴുവനായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതേ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഒരു തലയണ കവറിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇതേ രീതിയിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോൺ വർക്കൊന്നും ഡാമേജ് ആവാതെ ഒത്തിരി നാൾ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള തലയണ കവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണത്. ഇതിൽ ഏതെങ്കിലും
ഒരു ഐഡിയ എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.